ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ SMC അതുപോലെ തന്നെ ICT അത് കഴിഞ്ഞ് പല പല കോഴ്സുകളും എടുത്ത് പഠിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും മാർക്കറ്റിൽ എന്താണ് ട്രെൻഡ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. എടുക്കുന്ന ട്രേഡുകളെല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് മുഴുവനായിട്ടും കണ്ടിരിക്കണം കേട്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ ലിക്വിഡിറ്റി മാത്രം മനസ്സിലാക്കി ലോവർ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് എങ്ങനെ മനസ്സിലാക്കി എടുക്കാം, ഇനി മാർക്കറ്റ് ഒരു ട്രെൻഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള അടുത്ത സാധ്യതകൾ മനസ്സിലാക്കി എങ്ങനെ നല്ല നല്ല ട്രേഡുകൾ എടുക്കാമെന്നുള്ളതും വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോന് താഴെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഒന്ന് ചെയ്യുക കേട്ടോ. അതുപോലെ ഫുൾ സ്ട്രാറ്റജീസിൻ്റെ വീഡിയോസ് ഞാനിവിടെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും കാണാത്തവരാണെങ്കിൽ അതും കൂടെ ഒന്ന് കയറി നോക്കിക്കോ കേട്ടോ. ഇനി ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. ഞാനിപ്പോൾ ഈ ഒരു ചാർട്ടിലെ ബാക്കി ലെവൽസും കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ബാക്ക് അടിച്ച് വരുമ്പോൾ ഒരുപാട് ടൈം പോകും. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയുള്ള ലെവൽസും കാര്യങ്ങളെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം പറഞ്ഞു തരുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളെന്താണ് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റിലെ ട്രെൻഡാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അല്ല, അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞുതരാം. ഇനി അടുത്തതായിട്ട് എന്താണ്, ഒരു ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത സാധ്യതകൾ എന്തൊക്കെയാണ്, അതിനുശേഷമാണ് നമ്മൾ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ നോക്കി എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നോക്കാമെന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പോൾ മാർക്കറ്റിലെ ട്രെൻഡാണ് ഇല്ലേ. 5 മിനിറ്റിലെ മാർക്കറ്റിലെ ട്രെൻഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി 5 മിനിറ്റിലെ മാർക്കറ്റിലെ ട്രെൻഡ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 ഹവറിലെ ലിക്വിഡിറ്റി ആണ് ഇതുപോലെ കണ്ടുപിടിക്കേണ്ടത് ഇല്ല. 1 ഹവറിലെ ഇൻഡ്യൂസ്മെൻ്റ് ആണ് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 ഹവറിലെ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു 80% 5 മിനിറ്റ് ട്രെൻഡിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ, ഞാൻ 5 മിനിറ്റിലേക്ക് എടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ 1 ഹവറിലെ ലിക്വിഡിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നേരെ എന്താണ് ടൈം ഫ്രെയിം 5 മിനിറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ, ഇനി 1 ഹവറിലെ ഈ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ലിക്വിഡിറ്റി 5 മിനിറ്റിൽ ഒരു ട്രെൻഡായിട്ടാണോ വരുന്നതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ അതും ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റ് സെല്ലിലേക്ക് വന്നപ്പോൾ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു മേജർ ഇൻഡ്യൂസ്മെൻറ്റിലെ ലിക്വിഡിറ്റി എടുത്തു 5 മിനിറ്റ് ടൈം ഫ്രെയിമിലെ. തൊട്ടടുത്ത് തന്നെ മിറ്റിഗേറ്റ് ചെയ്യാത്തൊരു സെല്ലിംഗ് സോണും ഉണ്ടായിരുന്നു. അതിലേക്ക് മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നൊക്കെ മൈനർ ട്രെൻഡുകൾ വന്നിട്ടെന്താണ് പിന്നീട് വന്ന് മേജർ ലോയിനെയും ബ്രേക്ക് ചെയ്തു. അപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എന്താണ് ഈ ഒരു മേജർ ലോ, ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മേജർ ലോയിന് ബ്രേക്ക് ചെയ്തപ്പോൾ ഈ ഒരു ലോ BOS ആയിട്ടും വന്നു. അതേപോലെ തന്നെ BOS തരാൻ കാരണക്കാരനായ ഹൈ എന്താണ് നമ്മൾ 1 ഹവറിൽ മാർക്ക് ചെയ്ത് വെച്ച ഈ ലിക്വിഡിറ്റി 5 മിനിറ്റിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടുമാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മാർക്കറ്റിലെ ട്രെൻഡ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ എന്താണ് ഒരു മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരെ 5 മിനിറ്റ് ടൈം ഫ്രെയിം എടുത്ത് വെച്ചിട്ട് ട്രെൻഡ് കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈം അവിടെ ഒരുപാട് വേസ്റ്റ് ആവത്തേ ഉള്ളൂ. ഈ രീതിയിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 1 ഹവറിൽ ലിക്വിഡിറ്റി കാണുമ്പോൾ തന്നെ 5 മിനിറ്റിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്, ഇങ്ങനെയാണ് സാധ്യത എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ചാർട്ട് ട്രേഡിങ്ങിൽ കുറച്ചും കൂടെ സ്പീഡിൽ കാര്യങ്ങൾ നോക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇനി മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കാൻ നോക്കി 5 മിനിറ്റിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൽ വന്നിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അല്ല, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സെല്ലിലേക്കുള്ളൊരു ട്രെൻഡിലെ ഏറ്റവും പ്രീമിയം ലിക്വിഡിറ്റിയാണ്. ഓക്കെ, അതാണ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഞാനിവിടെ നേരെ എന്താണ് ടൈം ഫ്രെയിം ഒന്ന് 1 മിനിറ്റിലേക്കും എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റിലെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതിന് ശേഷം ഇവിടെ തന്നെ നോക്കുവാണെങ്കിലും എന്താണ് 1 മിനിറ്റിൽ നമുക്ക് വേണ്ട കൺഫർമേഷനും കാര്യങ്ങളും നല്ല എൻട്രി അവിടെ ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു എൻട്രി കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കി. ഇല്ല, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കി. സിമ്പിളാണല്ലേ. മാർക്കറ്റ് ബൈയിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്കാണ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് എടുക്കുന്നത്. ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് ഇപ്പോൾ ചാർട്ട് നോക്കിയപ്പോൾ പലരും ഇതായിരിക്കും കണ്ടിട്ടുണ്ടാവുക അല്ലേ, ലാസ്റ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട്. പക്ഷേ ഇത് നോക്കി നിൽക്കുവാണെങ്കിൽ ഇവിടുത്തെ എൻട്രി കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അതാണ് പറഞ്ഞത്, ചാർട്ട് ട്രേഡിംഗ് ഒരു കുറച്ചും കൂടെ ഈസി ആയിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഹയസ്റ്റ് ആൻഡിലെ ലോയിന് ബ്രേക്ക് ചെയ്ത് ഹൈന് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ബൈയിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ, ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം FEG ഉണ്ടോയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതെന്ന് നോക്കി ഇല്ലേ. അതുകൂടെ കറക്റ്റായിട്ട് പലരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. ഈ ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും മിറ്റിഗേറ്റ് ചെയ്യാതെ വന്നുകൊണ്ട് ഇതാണ് നമുക്കിവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ടും. അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അവിടെ കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്കും അവിടെ കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് അതിൽ നിന്നാണ് എന്താണ് പ്രൈസ് താഴോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രീമിയത്തിലെ ലിക്വിഡിറ്റി, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പ്രീമിയത്തിലെ ലിക്വിഡിറ്റിയാണ്, ഒരു ട്രെൻഡിലെ ഏറ്റവും പ്രീമിയം ലിക്വിഡിറ്റിയാണ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. മാർക്കറ്റ് അതിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് എൻട്രി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1:5 RRന് മേലെ അവിടെ സിമ്പിളായിട്ട് വന്നിട്ടുമുണ്ട്.
ഇനി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ് നിങ്ങളിവിടെ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്താണ്, മാർക്കറ്റിലെ ട്രെൻഡ് എങ്ങനെ ഫസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ 1 ഹവറിലെ ലിക്വിഡിറ്റി കണ്ടുപിടിച്ചാൽ എന്താണ് 5 മിനിറ്റിലെ ട്രെൻഡ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ചാർട്ടിലോട്ട് നോക്കുവാണെങ്കിലും മാർക്കറ്റ് എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രീമിയത്തിലെ ലിക്വിഡിറ്റിയിലേക്ക് വന്ന് നമുക്ക് അവിടുന്ന് എൻട്രി കാര്യങ്ങളൊക്കെ തന്നിട്ടുമുണ്ട്. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ന്യൂയോർക്ക് സെഷനിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നിരിക്കട്ടെ. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തിട്ടുമില്ല. ഞാനൊന്ന് റീപ്ലേയിലേക്ക് ഇടാം. ഇവിടെ നോക്കുകയാണെങ്കിൽ 7 PM ക്യാൻഡിൽ ഇതാണ് വരുന്നത്. ഓക്കെ, ഇപ്പോഴാണ് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണ് എൻട്രി കാര്യങ്ങളൊക്കെ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞു പോയില്ലേ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടെ അടുത്ത സാധ്യതകൾ എന്തൊക്കെയായിരിക്കും കണ്ടുപിടിച്ചെടുക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആ കാര്യങ്ങളൊന്നും കൂടെ പറഞ്ഞു തരാം. ഇനി സാധ്യതകൾ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് മേജർ ലോ ഇവിടെ കൺഫേം ആയി. ഓക്കെ അല്ലേ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഏറ്റവും പ്രീമിയത്തിലെ ലിക്വിഡിറ്റി ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സെല്ലിലേക്കുള്ള ഏറ്റവും പ്രീമിയത്തിലെ ലിക്വിഡിറ്റി അതുപോലെ 1 ഹവറിലെ ലിക്വിഡിറ്റിയും കൂടെയാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഭാഗമാണിത്. ഓക്കെ അല്ലേ. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പ്രീമിയത്തിലുള്ളൊരു ലിക്വിഡിറ്റിയാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എന്താണ് മൈനർ ട്രെൻഡ് വീണ്ടും സെല്ലിലേക്ക് തന്നെ വരാനാണ് സാധ്യതകൾ കൂടുതൽ കേട്ടോ. ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം മേജർ ട്രെൻഡ് സെല്ലാണെങ്കിൽ ആ ഒരു സെല്ലിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും എന്താണ് മൈനർ ട്രെൻഡ് സെല്ലിലേക്ക് കിട്ടാൻ വേണ്ടി തന്നെയായിരിക്കും നോക്കുന്നത്. ഇവിടെ നിന്ന് അഗ്രസീവായിട്ട് ട്രെൻഡ് റിവേഴ്സലോ കാര്യങ്ങളോ ബൈയിലേക്ക് ലെവൽസ് കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ട് നേരെ ബൈയിലേക്ക് എൻട്രി എടുക്കുകയല്ല ചെയ്യുന്നത്. കാരണം മാർക്കറ്റ് ഇപ്പോഴും പ്രീമിയം പ്രൈസിലാണെങ്കിൽ നമ്മൾ ആ പ്രീമിയത്തിൽ നിന്ന് വീണ്ടും സെല്ല് തന്നെയായിരിക്കും നോക്കി പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ബേസിക് കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് തന്നെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി ഇവിടെ മൈനർ ട്രെൻഡിൻ്റെ സാധ്യതകൾ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ ഏതൊക്കെയായിരിക്കും ലിക്വിഡിറ്റി ആയിട്ട് എടുക്കുന്നത് നോക്കി. ഈ ഒരു ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ സെല്ലിലേക്ക് മാർക്കറ്റ് വന്നപ്പോൾ കിട്ടിയ 5 മിനിറ്റിലെ ലിക്വിഡിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇല്ല, ഇവിടെ ഒരു സിംഗിൾ ക്യാൻഡിൽ ഇൻഡ്യൂസ്മെൻറ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ട്രെൻഡിൽ മിറ്റിഗേറ്റ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്ക് ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ക്യാൻഡിലും തേർഡ് ക്യാൻഡിലും നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യാതെ ഇവിടെ ഒരു എഫ്ഇജി ഉള്ളതുകൊണ്ട് ഈ ഫസ്റ്റത്തെ ക്യാൻഡിൽ എന്താണ് നമുക്കിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ടും എടുക്കാം. ചാർട്ട് ഞാൻ വേണമെങ്കിൽ ഒരു കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ അല്ലേ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് മുന്നേ ഇവിടെ നിന്ന് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഇനി ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടുത്തെ ഉള്ള ട്രെൻഡിലെ സാധ്യതകളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ലിക്വിഡിറ്റിയും കിട്ടി, നമുക്കിവിടെ എന്താണ് മിറ്റിഗേറ്റ് ചെയ്യാത്തതിലുള്ളൊരു ഓർഡർ ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റിയിലേക്കൊക്കെ വന്നതിന് ശേഷം എന്താണ് കൺഫർമേഷനും കൂടെയാണ് നമുക്ക് കിട്ടേണ്ടതില്ലേ. ഇപ്പോൾ മേജർ ട്രെൻഡ് കിട്ടി, അതിനുശേഷം മൈനർ ട്രെൻഡിൻ്റെ സാധ്യത നമുക്ക് മനസ്സിലാക്കി അതിൽ ലെവൽസിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം എന്താണ് ഇവിടുന്ന് 1 മിനിറ്റിലെ കൺഫർമേഷനും കൂടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇല്ല, 1 മിനിറ്റിലെ കൺഫർമേഷനും കൂടെ നോക്കി നമ്മൾ ഇവിടെ എടുത്ത അതേ കൺഫർമേഷൻ തന്നെയാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ബൈയിലേക്ക് മാർക്കറ്റ് വന്നപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നാൽ ലാസ്റ്റ് പുൾ ബാക്ക് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് എടുക്കണം. ഓക്കെ അല്ലേ. ബൈയിലേക്ക് വന്ന ലാസ്റ്റ് പുൾ ബാക്ക് നമ്മളിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് എടുത്തു. തൊട്ടടുത്ത് തന്നെ മിറ്റിഗേറ്റ് ചെയ്യാത്ത ഓർഡർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു എഫ്ഇജി ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഫസ്റ്റത്തെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ മിറ്റിഗേറ്റ് ചെയ്യാത്ത അടുത്തൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാവും നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രീമിയത്തിലൊരു ഓർഡർ ബ്ലോക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നിലധികം ഓർഡർ ബ്ലോക്കുകൾ നമുക്ക് കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുത്താലും കുഴപ്പമില്ല. മേജർ ലോയിലേക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ എൻട്രി എടുക്കുക കേട്ടോ. മേജർ ലോ എന്ന് പറയുമ്പോൾ ഏതാണ് ഇതാണ് വരുന്നത് ഇല്ലേ. ഇതിപ്പോൾ നമ്മുടെ 1 ഹവറിലെ ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം ഫസ്റ്റത്തെ എൻട്രി ആയിരുന്നു, പിന്നെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ട്രേഡാണ്. അപ്പോൾ മേജർ ലോയിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ 1:5 RR ഉണ്ട്. 1:3 ഒക്കെ നോക്കുന്നവർക്കാണെങ്കിലും ഡയറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എൻട്രി എടുക്കുക കേട്ടോ. ഇതാണ് നമുക്ക് വന്നിട്ടുള്ള എൻട്രി കൺഫർമേഷൻ. നോക്കുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ എന്താണ് ടാർഗറ്റിലേക്ക് തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് മാർക്കറ്റിലെ ട്രെൻഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും. ലാസ്റ്റ് ദിവസം എന്താണ് നമുക്ക് ന്യൂയോർക്ക് സെഷനിൽ ഇവിടെ നല്ല നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഇവിടെ എങ്ങനെ ട്രേഡുകൾ എടുത്തു, അതുപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് എങ്ങനെ ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഇറങ്ങി കൺഫർമേഷനും കാര്യങ്ങളും നോക്കി എങ്ങനെ എൻട്രി എടുത്തു, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് എന്താണ് അടുത്ത ദിവസം നമുക്ക് ഇവിടെ നിന്ന് എൻട്രീസ് കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ ന്യൂയോർക്ക് സെഷന് മുന്നെയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂയോർക്ക് സെഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് നമുക്ക് നല്ലൊരു ട്രേഡ് ഇവിടെ നിന്ന് വീണ്ടും കിട്ടിയിട്ടുണ്ട്.
ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് ഞാൻ ഫാസ്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബേസിക് കാര്യങ്ങളെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ വീഡിയോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും തോന്നൂലേ ഇയാളെന്താണ് ഈ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയത് കേട്ടോ. ഇനി നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ വീഡിയോന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എങ്ങനെയൊക്കെയാണ് നോക്കേണ്ട കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞാൽ വീഡിയോൻ്റെ താഴെ എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടി ഒന്ന് ചെയ്യുക കേട്ടോ. എന്നാലേ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് എത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.